നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ വിക്ടിം കാർഡ് മറ്റേ കോൺട്രവേഴ്സ്യൽ താരങ്ങൾ എന്തായാലും ഉണ്ടാവും. എങ്ങനെ പോവും ഷോ? അതെ, ഇപ്പൊ രേണു വന്നാലും കുറച്ചൊരു ഡ്രാമ പ്ലസ് പിന്നെ കരച്ചിൽ മോഡ് വരാം, പറയാൻ പറ്റത്തില്ല. ഒരു കാര്യമുണ്ട്, രേണു ആണെങ്കിലും ശാരികയാണെങ്കിലും ഓൾറെഡി പുള്ളിക്കാർ രണ്ടുപേരും നെഗറ്റീവായ ആൾക്കാരാണ്. പ്ലീസ് ചെയ്തോണ്ട് നിക്കത്തില്ല. ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റും. ശാരികനെ എതിർക്കാൻ ഒരാള് വന്നാലോ? കോൺട്രവേഴ്സ്യൽ താരങ്ങൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. കാര്യം എപ്പോഴും ബിഗ് ബോസിനകത്ത് കുറച്ച് സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് കോംബോ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. അത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആവാം, അല്ലെങ്കിൽ ലവ് കോംബോ ആവും, അങ്ങനെ കുറച്ച് പ്രായമുള്ള ആൾ. അതാണല്ലോ നമ്മുടെ ബിഗ് ബോസിന്റെ പാറ്റേൺ. അപ്പം ഇപ്രാവശ്യം നമ്മൾ അറിയപ്പെടുന്ന കുറെ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അതെ, നമ്മൾ അതിൽ കോൺട്രവേഴ്സ്യൽ സീരിയൽ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും. പറഞ്ഞില്ല, ഒരുപാട് സീരിയൽ താരങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഒരു ഫീമെയിൽ സെക്ടറിലേക്കുള്ള നോക്കിയാൽ അത് ആരായിരിക്കും? ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞാല് ഞാൻ നമ്മുടെ ചാനലിൽ പോൾ ഇട്ടായിരുന്നു, ഡ്രാമ ക്യൂൻ. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ലക്ഷ്മി പ്രിയക്കാണ് കിട്ടിയത്, ഡ്രാമ ക്യൂൻ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജാൻമണി അപ്പൊ ലക്ഷ്മി പ്രിയെ പോലത്തത് ഈ സീസണിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇച്ചിരി ഒരു ലേശം കുറഞ്ഞ ലക്ഷ്മി പ്രിയ ഉണ്ടാവാൻ ചാൻസുകൾ കാണുന്നുണ്ട്. ലേശം ഒരു പൊടി കുറഞ്ഞ ലക്ഷ്മി പ്രിയ. എന്നാലും കുറച്ചും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഡ്രാമ ക്യൂവിനായിട്ട് മാറാൻ പറ്റുന്ന 2-3 പേരൊക്കെ ഉണ്ട്. ചിലപ്പോ നമ്മൾ പറയില്ലേ, നമ്മൾ ഈ അനിമോളുടെ പേരുകൾ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പൊ അനിമോള് വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഡ്രാമാസ് ഒക്കെ കുറെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ കോൺട്രവേഴ്സ്യൽ താരം രേണു സുധി. രേണു ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ സോഷ്യൽ മീഡിയയില്. അപ്പൊ രേണു വന്നാലും കുറച്ചൊരു ഡ്രാമ പ്ലസ് പിന്നെ കുറച്ചൊരു എന്താ പറയണ്ട, ഒരു കരച്ചിൽ മോഡ് വരാം, പറയാൻ പറ്റത്തില്ല. പല 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 മോഡുകൾ. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ വിക്ടിം കാർഡ് മറ്റേ ഒന്നും നടക്കില്ല. അത് ഇപ്രാവശ്യം അത് നടക്കോ ഇല്ലെന്ന് അറിയില്ല. എന്നാലും കുറെ ഡ്രാമ ക്യൂൻസ് വരും. അവർ ഓൾറെഡി സോഷ്യൽ മീഡിയയില് അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത്. ഇതിന്റെ അതായത് അനിമോളാണെങ്കിലും അവരുടെ ചാനലും നല്ല രീതിയിൽ എന്താണ് ഈ സ്റ്റാർ മാജിക്കിലാണെങ്കിൽ പുള്ളിക്കാരി നല്ല എന്റർടൈനർ ആണ്. അതെ, അപ്പൊ അതേപോലെ തന്നെ എന്റർടൈനിങ് ആവും വന്നു കഴിഞ്ഞാൽ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാലും ബിഗ് ബോസിനകത്ത് കയറിയാല് നമ്മുടെ വേറൊരു മോഡ്, വേറൊരു നമ്മുടെ സോൺ പ്രേക്ഷകർ കാണും, നമ്മുടെ ഒരു സൈലന്റ് സോൺ. ഇപ്പൊ ശാരിക ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ചിലപ്പോ ആള് പഞ്ചഭാവമാണെങ്കിലും ഇപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇതാക്കി, ഞാനാണെങ്കിലും എപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കൂലല്ലോ. നമ്മള് ശാരിക അങ്ങനെ നിൽക്കും എന്നാണ്. ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ മറ്റൊരാളെ പ്ലീസ് ചെയ്തോണ്ട് നിക്കത്തില്ല. വേണമെങ്കിൽ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റുമായിരിക്കാം, 1 മണിക്കൂറിന് മേളിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ ശാരികനെ എതിർക്കാൻ ഒരാള് വന്നാലോ? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ ഇവിടെ ഈ ബിഗ് ബോസിന്റെ പ്രത്യേകത, നമ്മൾ കുറെ സംസാരിച്ചാലും നെഗറ്റീവ് ആവും, കുറച്ച് സംസാരിച്ചാലും ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ഓരോ നിമിഷവും ജഡ്ജ് ചെയ്യും ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ മലയാളം ബിഗ് ബോസ് ഓഡിയൻസിന്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഈ ഡ്രസ്സ് ഇട്ടാ പ്രശ്നം, ആ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ജഡ്ജ്മെന്റ് വരുന്ന ഒരു സ്ഥലങ്ങളാണ്. ഓവറായിട്ട് സംസാരിച്ച് ഇപ്പൊ രതീഷ് കഴിഞ്ഞ സീസണില് കുറച്ച് കൂടുതലായി പോയി. അത് കാരണം ആൾക്കാർ ഇത് എന്തോന്നത് കൂടുതൽ, എത്രയൊന്നും വേണ്ട അങ്ങനെ പറയുന്നവരുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഒരുപാട് ഇപ്പം ഞാൻ തന്നെ കമന്റ് സെക്ഷനിൽ പറയുമ്പോൾ രതീഷ് നല്ല എന്റർടൈനിങ് ആണ്, പക്ഷെ ചേച്ചി കുറച്ച് കൂടുതലാണ്. കൂടുതൽ കാണിച്ചാലും പ്രശ്നമാണ് ഇവിടെ. അതെ, അങ്ങനെയാണ് ശാരിക അവിടെ പെർഫോം ചെയ്യുന്ന എന്തെങ്കിലും പുള്ളിക്കാരി. അതെ, എന്തെങ്കിലും ശാരിക അതിനകത്ത് പോയി കഴിഞ്ഞാല് പുള്ളിക്കാരി മിണ്ടാതിരിക്കൂല, എന്തെങ്കിലും പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് അതെ രേണു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രേണു പറയും, റിയാക്ട് ചെയ്യും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അത് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇത്. പിന്നെ ഒരു കാര്യമുണ്ട്, രേണു ആണെങ്കിലും ശാരികയാണെങ്കിലും ഓൾറെഡി പുള്ളിക്കാരി രണ്ടുപേരും നെഗറ്റീവായ ആൾക്കാരാണ്. ഈ നെഗറ്റീവ് ഒക്കെ പുള്ളിക്കാരി ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കാതെ ചെന്ന് കയറാം. നമുക്ക് കാര്യം എന്തായിരുന്നാലും ഈ പോസിറ്റീവ് ആയിരിക്കുന്നവരാണ് കുറച്ച് ടെൻഷൻ അടിക്കുന്നത്. അയ്യോ ഓൾറെഡി ഞാൻ പോസിറ്റീവാണ്, അപ്പൊ അത് കഴിഞ്ഞ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി അകത്ത് കയറി ഞാൻ നെഗറ്റീവ് ആവുമോ, ഇത് പറഞ്ഞാൽ നെഗറ്റീവ് ആവുമോ, അത് പറഞ്ഞ ഇവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രേണുവിനും ശാരികയ്ക്കും രണ്ടുപേർക്കും പറയാം എന്ന കാര്യം. എന്തായാലും നെഗറ്റീവ് ആണ് പ്രശ്നം. ഭീമൻ രഘുവിന്റെ പേര് ഞാൻ കേട്ടിരുന്നു, കഴിഞ്ഞ സീസണിൽ കേട്ടിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫീൽ ചെയ്യുന്നത് ഇവര് നമ്മളെ അറിയാത്ത, അതായത് പ്രഡിക്ഷനിലൊന്നും പറയാത്ത, എന്നാൽ നമ്മൾ കേട്ടാൻ ഞെട്ടുന്ന ഒരാൾ വരാൻ ചാൻസുകൾ ഉണ്ട്
ഈ സീസണില്. ഓക്കെ, അത് എനിക്ക് ഇല്ല അതിന്റെ പേരൊന്നും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, പല പേരുകളും. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ധ്യാനായിരിക്കുമോ, ധ്യാന്റെ പേര് ദിൽഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധ്യാൻ, ധ്യാൻ വരും. അപ്പം കമന്റ് സെക്ഷനിൽ വരരുത് ധ്യാൻ ചേട്ടാ. പക്ഷെ ദിൽഷ പറയും ധ്യാൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, കോമഡി ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഗായത്രി, കോമഡിയും കൗണ്ടറും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമർ ഇങ്ങനെ, അതെ അതെ, അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള ഒരു ഷോയിൽ വരുവോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ധ്യാനൊക്കെ എങ്ങനെ പോകും ഷോ? അതെ 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 അതെ, വേറെ രീതിയിലാവും. ബിഗ് ബോസ് ഫുൾ ഒരു ഫണ്ണി ഹ്യൂമർ സെൻസ് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് വഴക്കുണ്ടാക്കാൻ വേറെ പലതും, അതെ, നമുക്ക് ഒരേ സൈഡ് പിടിച്ച് പോകാൻ പറ്റത്തില്ല. അതെ, അതിനിടയിൽ ഇന്ന് രാവിലെ കൂടെ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, മാധവ് സുരേഷ് ഏട്ടന്റെ മോൻ മാധവ് സുരേഷ് ഗോപി, മാധവ് വരും. മാധവ് ഇതുപോലെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ്. അത് മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ മാധവിനെയും ഇങ്ങനെ കൊണ്ടുവരും ഇന്ന് രാവിലെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരും. കഴിഞ്ഞ സീസണിൽ അൻസിബ ആയിരുന്നു അത് വന്നത്. നമ്മളിങ്ങനെ പ്രഡിക്ഷനിലൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് അതായത് നമ്മൾ കൺഫർമേഷൻ ലിസ്റ്റ് കിട്ടുന്ന ഒരു സമയമുണ്ട്, ലാസ്റ്റ് ഇവര് വീട്ടിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഒക്കെ. അപ്പോഴാണ് അൻസിബയുടെ പേര് കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ പെട്ടെന്ന് അൻസിബയോ, അപ്പൊ അൻസിബ വന്നു, നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചിട്ട് പോയി. പുള്ളിക്കാരിയായിട്ട് തന്നെ നിന്ന് കളിച്ചിട്ട് പോയി. ആദ്യമൊക്കെ എല്ലാവർക്കും ഇതുണ്ടാവും. നമ്മളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും ആൾക്കാർക്ക്. അയ്യോ ഇതെന്തായി, കാര്യം നമ്മുടെ നെഗറ്റീവ് സൈഡും കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അൻസിബേനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു, അൻസിബയുടെ ആ ഒരു റിയൽ സൈഡ്. സേഫ് ഗെയിമേഴ്സിനെ പിടിച്ച് വെച്ചേക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ സേഫ് ഗെയിമേഴ്സിന്റെ പൂരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തവണ വരരുതെന്നാണ് ഓഡിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സേഫ് കളിച്ചാല് പിടിച്ച് ഔട്ടാക്കും എന്നാണ് ഓഡിയൻസ് പറയുന്നത്. സേഫ് കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് കമന്റ് സെക്ഷനിൽ കിടക്കുന്നത്. കാര്യം കഴിഞ്ഞ സീസണിൽ സേഫ് കളിച്ച ആൾക്കാർക്കാണ് വോട്ട് കിട്ടിയത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലുക്ക് ബേസ് ആണ്. ഇവിടെ ഇൻസ്റ്റയിലും ഒക്കെ നല്ല ലുക്കുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ജോഡികൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ സേഫ് കളിച്ചാലും കുഴപ്പമില്ല, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കാണുന്നില്ല, ഇവര് എപ്പിസോഡ് കാണാതെ വോട്ടിങ്. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി. അപ്പൊ ബിഗ് ബോസ് പ്രേക്ഷകർക്ക്, സാധാരണ ഈ ബിഗ് ബോസ് ഇങ്ങനെ റഫായിട്ട് വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്, അയ്യോ അവർ കൊള്ളൂല. അവർക്കത് യോജിക്കാൻ പറ്റില്ല. എന്തോന്ന് ചേച്ചി, അവരെന്തെങ്കിലും കളിച്ചോ? വെറും സേഫ് ഗെയിം കളിച്ചിട്ട് ലുക്കിന്റെ ബേസിസിൽ എങ്ങനെ അവർക്ക് വോട്ട് കിട്ടി? നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവര് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ്. അതിന് ഇവരൊന്നും കാണുന്നില്ല ചേച്ചി. ബിഗ് ബോസ് കാണാതെ വോട്ട് കൊടുക്കുന്ന ഒരുപാട് കാന്താരികളൊക്കെ ഉണ്ട്. നമ്മുടെ കാന്താരികൾ എന്ന് പറയില്ലേ, കാന്താരീസ്, അല്ലെങ്കിൽ പൈങ്കിളി ഫാൻസ്, അങ്ങനെ അവരെല്ലാം ഇൻസ്റ്റയിൽ പേജ് ഉണ്ടാക്കിയിട്ട് യൂ സൂപ്പർ ലുക്ക്, എന്തൊരു ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ നിർത്തി ലുക്കൊക്കെ വെച്ചിട്ട് സേഫ് ഗെയിം കളിച്ച് പോവാന്ന്. അപ്പം ധന്യയാണെങ്കിൽ ഓപ്പൺ ആവാത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അതേപോലെ ഓപ്പൺ ആവാത്ത കണ്ടസ്റ്റൻസ് ഈ സീസണിൽ ഉണ്ടാവും. അത് എല്ലാ സീസണിലും ഉണ്ടാവും മലയാളത്തിൽ. പക്ഷെ അത് ലാലേട്ടനോ മേക്കേഴ്സോ പിടിച്ച് പൊക്കിയാലേ അത് ശരിയാവുള്ളൂ. എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ടീം ഒരു കോംബോനെ എപ്പോഴും ഫോക്കസ് ചെയ്യും. കോംബോനെ ഫോക്കസ് ചെയ്യും, ഒരു ഡ്രാമ ക്യൂനെ ഫോക്കസ് ചെയ്യും, ഒരു കലിപ്പനെ ഫോക്കസ് ചെയ്യും, ഭയങ്കരമായ ഇങ്ങനെ വാദിക്കുന്ന ഒരാളെ ഫോക്കസ് ചെയ്യും, ഒരു നെഗറ്റീവ് ആളെ ഫോക്കസ് ചെയ്യും, കുശുമ്പ് കുന്നായ്മ പറയുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യും. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരിങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഈ നെഗറ്റീവ് കുശുമ്പ് കുന്നായ്മ പറയുന്നതൊക്കെ നെഗറ്റീവ് ആവും. അവർ കളിച്ചാലും നെഗറ്റീവായി പോവും. ലവ് കോംബോയ്ക്ക് കുറച്ച് വെറുപ്പീരുണ്ടാവും, കുറച്ച് ഫാൻ സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ബിഗ് ബോസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്.